ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഇത് കണക്ക് ഉണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റും കുറേ പേരും ഉണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ സായും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കണക്ക് ഉണ്ടെങ്കിൽ നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് ഒരു കാര്യം പറയുന്നത്. സായി നടത്തുന്നത് ഒരു 4ാം കട ചാനലാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ ഭയങ്കരമായിട്ട് മോശമുള്ള രീതിയിലാക്കുമെന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു ഭയങ്കരമായിട്ട് ആ ഷോയിൽ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടേ ഇരുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിലൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം കാര്യങ്ങളും പറയുന്നതും ഉണ്ട്. അതല്ലാതെ ഒരുപാടുണ്ടെങ്കിൽ മോശമുള്ള കാര്യങ്ങൾ പറയുന്നതും ഉണ്ട്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ അഭിപ്രായങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനെ 4ാം കടക്കാരൻ ഇതേ കണക്ക് വിളിച്ചുകൊണ്ടിരുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിക്കൊണ്ടിരുന്നത് സന്തോഷ് പണ്ഡിറ്റിനായിരുന്നു. ആദ്യമൊക്കെ ഇറക്കിയ സിനിമകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് ഈ തെറി വിളിക്കുകയും സന്തോഷ് പണ്ഡിറ്റിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അതുകൊണ്ട് ഈ ആൾക്കാരോ അല്ലെങ്കിൽ ഇത് കണക്ക് സന്തോഷ് പണ്ഡിറ്റിന് കുഴപ്പമില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇത് കണക്ക് നെഗറ്റീവായിട്ട് ഫെയിം കിട്ടുന്ന ഭയങ്കര നല്ല കാര്യമെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. അതിന് ശേഷമാണ് പിന്നുണ്ട് ഇത് കണക്ക് കേരള ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് പോയി അതിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴാണ് പിന്നെ ഭയങ്കരമായിട്ട് ഫാൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നത്. അതിന് ശേഷമാണ് പിന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ കാണുന്നുള്ളൊരു സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഇത് കണക്ക് സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് കോമാളിത്തരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് കണക്ക് വന്നിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തൻ്റെ അഭിപ്രായങ്ങൾ ഇത് കണക്ക് പറയുക, അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ വിമർശിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. തൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനത്തെ ഉള്ള രീതി മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കണക്കത്തുള്ള രീതിയിലെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല.